പാലക്കാടുകാർ ഇഷ്ടു എന്ന് വിളിക്കുന്ന ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ആപ്പത്തിൻ്റെയും നൂൽപുട്ട് അഥവാ ഇടിയപ്പത്തിൻ്റെയും ബെസ്റ്റ് കോമ്പിനേഷനാണ് സ്റ്റൂ. ആവശ്യമുള്ള സാധനങ്ങൾ: 4 ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചത്, 2 സവാള ചെറുതായി അരിഞ്ഞത്, 2 കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 10 പച്ചമുളക് എന്നിവയാണ്. ഇതോടൊപ്പം 3 നാളികേരത്തിൻ്റെ തേങ്ങാപ്പാലും ചേർക്കണം. ഈ വീഡിയോയിൽ വളരെ സിമ്പിളായി തേങ്ങാപ്പാൽ എടുക്കുന്നതിനെ പറ്റിയും കാണിക്കുന്നുണ്ട്. പലർക്കും തേങ്ങാപ്പാൽ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ വളരെ ഈസിയായി തന്നെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ കഴിയും. ഒരു കുക്കറിൽ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും സവാളയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ 5-6 കറിവേപ്പിലയും ഇട്ട് 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വേവിക്കണം. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വേണം ഇളക്കാൻ. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. മിക്സിയിൽ തേങ്ങയിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം. ഈ അരച്ചെടുത്ത തേങ്ങ ഒരു തുണിയിലേക്കിട്ട് പിഴിഞ്ഞെടുക്കണം. 2-3 പ്രാവശ്യമായി അരച്ചെടുത്ത മുഴുവൻ തേങ്ങയും പിഴിഞ്ഞെടുക്കണം. തേങ്ങ മിക്സിയിൽ ചെറുതായിട്ട് മാത്രം അരച്ചാൽ മതിയാകും. വളരെ ഫൈനായി അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങാപ്പാൽ ഒട്ടും തന്നെ പ്രയാസം കൂടാതെ പിഴിഞ്ഞെടുക്കാൻ കഴിയും. പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കി വരുന്ന തേങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഇത് നമുക്ക് 2ാം പാൽ എടുക്കുന്നതിനായി ആവശ്യമുണ്ട്. ഇതാണ് 1ാം പാൽ. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. പിഴിഞ്ഞെടുത്ത് ബാക്കി വന്ന തേങ്ങയിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ച് വീണ്ടും പിഴിഞ്ഞെടുക്കണം. 1ാം പാൽ പിഴിഞ്ഞതിന് ശേഷമുള്ള തേങ്ങ ആയതുകൊണ്ട് ഈ തേങ്ങാപ്പാലിന് അധികം കൊഴുപ്പുണ്ടാവില്ല. നമ്മൾ ഇഷ്ടത്തിന് തേങ്ങാപ്പാൽ അല്ലാതെ വേറെ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. ഇതാണ് 2ാം പാൽ. 1ാം പാലും 2ാം പാലും 2 പാത്രങ്ങളിലാക്കി റെഡിയാക്കി വയ്ക്കാം. കുക്കറിൽ 2 വിസിൽ വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ഉള്ളിയും മറ്റും നന്നായി വെന്തു വന്നിട്ടുണ്ട്. വെന്തു വന്ന ഉരുളക്കിഴങ്ങും ഉള്ളിയും ഇഞ്ചിയും മറ്റും ഒരു തവി ഉപയോഗിച്ച് ചെറുതായി സ്മാഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആദ്യം 2ാം പാൽ കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തുറന്നു വെച്ച് ഒന്നുകൂടി തിളപ്പിക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കി കുറവാണ് എന്ന് കണ്ടാൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തിളച്ചു വന്ന ഇഷ്ടുവിലേക്ക് ഇനി കുറേശ്ശെയായി 1ാം പാൽ ചേർത്ത് കൊടുക്കണം. 1ാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ഇട്ട് പച്ചവെളിച്ചെണ്ണ താളിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. സ്വാദിഷ്ടമായ ഇഷ്ടു ഇവിടെ റെഡിയായിട്ടുണ്ട്. ആപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ബെസ്റ്റ് കോമ്പിനേഷനാണിത്. ഇഡ്ഡലിക്കും ദോശയ്ക്കും ചേർത്ത് കഴിക്കാവുന്ന ഒരു ബെസ്റ്റ് കറിയും കൂടിയാണിത്. നിങ്ങളെല്ലാവരും പാലക്കാട്ടുകാരുടെ ഈ ഇഷ്ടു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.